അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ ഇപ്പോൾ നാരങ്ങയ്ക്ക് നല്ല വില കുറവാണല്ലോ, മഴൻ്റെ സീസൺ ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങളിത് പുറത്ത് പോയപ്പോൾ നാരങ്ങ കുറച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ എന്ത് ചെയ്തു, അത് മുറിച്ചിട്ട് ഇപ്പ് കുഴച്ച് വെച്ചിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് അച്ചാർ ഉണ്ടാക്കിയാലോ. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കുക കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കട്ടോ. കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടി ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി, അതേപോലെ ഇഞ്ചി അരിഞ്ഞാൽ വെളുത്തുള്ളി ചെറിയ പൊടിയായിട്ട് അരിയില്ല കേട്ടോ. വെളുത്തുള്ളി ഞാൻ അങ്ങനെ തന്നെ അച്ചാറിലൊക്കെ ഇടുക. പിന്നെ ഇഞ്ചി ചെറുത് പൊടിയായിട്ട് അരിയുക. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ അതേപോലെ ഉലുവ, കടുക് പൊടിച്ചത്, പിന്നെ കായം, പിന്നെ മുളകും പൊടി കേട്ടോ ഞാൻ യൂസ് ചെയ്യൽ. അച്ചാർ പൗഡർ ഒന്നും ഇടലില്ല. എണ്ണ ഒക്കെ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കടുക് പൊട്ടുന്നുണ്ട് കേട്ടോ. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു കേട്ടോ. പൊട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുക. കാരണം എനിക്കുണ്ട്, എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണ്, കടുക് പൊട്ടാതെ നമ്മളുണ്ടല്ലോ ഉപ്പേരിയിലും ഒക്കെ ഞാൻ കാണും. പക്ഷെ എനിക്കത് ഭയങ്കര ഒരു ദേഷ്യമാട്ടോ. ഞാനത് കടുകൊക്കെ ഇങ്ങനെ അഥവാ പൊട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് ഒഴിവാക്കും. ഞാൻ മിക്കവാറും പൊട്ടിയിരുന്നു. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പെരിയിലൊക്കെ കടുക് പൊട്ടാതെ കിടക്കുമ്പോൾ അതെനിക്ക് ഭയങ്കര എനിക്കൊരു ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് അതിലേക്ക് ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്, കരിവേപ്പില അതിലിട്ടിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി പൊടിയായി അരിഞ്ഞിടുക. പിന്നെ ഇഞ്ചി പൊടിയായി നല്ല പൊടിയായി അരിഞ്ഞാൽ കേട്ടോ. പിന്നെ പച്ചമുളക് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞതും, പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടോ. ഇതൊന്ന് മൂത്ത് വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയൊക്കെ ഇടാം. ഇതൊന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് വരട്ടെ. ഇപ്പോഴൊക്കെ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള കട്ടിയുള്ള പാത്രങ്ങളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടി പിടിക്കില്ല. അല്ലാതെ നമ്മൾ കട്ടി കുറഞ്ഞ പാത്രങ്ങളാകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കുന്നൊരു ഇത് വരും. ഇങ്ങനെ ആകുമ്പോൾ ഞാനിത് കുറേ ആയിട്ട് അച്ചാറിടാൻ മാത്രം യൂസ് ചെയ്യുന്നൊരു ചട്ടിയാണ്. അത് നല്ലതാണ്. ഇതിൽ അച്ചാറിട്ട് എനിക്ക് നല്ല അത് അടി പിടിക്കാതൊക്കെ കിട്ടലുണ്ട്. നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പൊടികളൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ പൊടികളൊക്കെ ഞാൻ 4 സ്പൂണ് മുളകും പൊടി ഇട്ടിട്ടുണ്ട്. കാരണം എൻ്റെ മുളക് വലിയ എരിവില്ല. അപ്പോൾ മുളകും പൊടിൻ്റെ എരിവിൻ്റെ അതുപോലെ നമുക്ക് മുളകും പൊടി കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇടുകയാണെങ്കിൽ നല്ല കളർ കിട്ടും. അപ്പം എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ സാധാ മുളകും പൊടി തന്നെ യൂസ് ചെയ്യും. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് മേലെ കുറച്ച് കായത്തിൻ്റെ പൊടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊടികൾ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. ഇല്ലെങ്കിൽ പൊടി വേഗം കറുപ്പ് കളറായി പോകും. പിന്നെ മുളകും പൊടി കളറ് ഇങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കട്ടോ. ഒന്നിങ്ങോട്ട് ചൂടായി ഒന്നിങ്ങോട്ട്. അപ്പോൾ ഇനി ഓൾറെഡി ചട്ടീൻ്റെ ചൂടുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ആദ്യമൊക്കെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ വിനാഗിരി ഒഴിച്ചിരുന്നത്. ഇപ്പം ഞാൻ ചൂടാക്കിയതിന് ശേഷം അപ്പം എന്താ കണ്ടോ, ഈ വിനാഗിരിൻ്റെ കുത്തൽ പോകുമെന്നാണ് പറഞ്ഞത്.
ശരിയാണ്, ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യല. ആദ്യമൊക്കെ ഞാൻ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമായിരുന്നു വിനാഗിരി വെച്ചിരുന്നത്. ഇങ്ങനെ ചെയ്താൽ വിനാഗിരിൻ്റെ ഒരു കുത്തൽ സ്മെല്ല് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, വിനാഗിരി ചൂടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ നമ്മൾക്ക് നമ്മളെ നാരങ്ങ ഇട്ട് കൊടുക്കട്ടെ. അപ്പം ഞാൻ അങ്ങനെ ചെറുനാരങ്ങ നീളത്തിലാട്ടോ അരിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, ഈ ഇതിൻ്റെ കുരു കട്ടാവാതെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കയ്പ്പ് കുറയും കേട്ടോ. നാരങ്ങ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഉപ്പ് കുഴച്ച് വെച്ചതാണിത്. 2-3 ദിവസമായിട്ടോ അങ്ങനെ വെച്ചിട്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാലും നല്ല ടേസ്റ്റ്, എന്നാലും കയ്പ്പുണ്ടാവും. നമ്മൾ എത്ര നാരങ്ങ കയ്പ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ചാറിട്ടാലോ ഒരു ചെറിയൊരു കയ്പ്പ് രസം ഉണ്ടാവലുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ നല്ല എല്ലാ ഭാഗത്തും നിലക്ക് ഒരു ചെറിയൊരു തള വരുന്ന വരെ ഒന്ന് കാത്തും കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഉപ്പ് കുഴച്ച് വെച്ചതല്ല, പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോലെ നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് ആ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അല്ലാതെ ആദ്യം തന്നെ ഉപ്പ് ഇടണ്ട കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി ഉപ്പ് കുഴച്ച് വെച്ച നാരങ്ങയാണ്, അതുകൊണ്ട് കേട്ടോ. പിന്നെ അറിയാണ്ട് ആരും ഉപ്പ് ഇട്ട് പോവണ്ട. അപ്പോൾ നമ്മളെ നാരങ്ങൻ്റെ അവിടെയും ഇവിടെയൊക്കെ ഒരു ചെറിയ തിള വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ തിള വരുന്ന സമയത്ത് തന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുക്കട്ടോ. അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഓഫാക്കിയിട്ട് പിന്നെ നാളെയാണ് ഞാൻ ബോട്ടിലേക്ക് ആക്കുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ രാത്രി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഇരുന്ന് ചൂടാറിയതിന് ശേഷം അപ്പോൾ ഇതൊക്കെ ഈ തിള വരുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്യല്, ഈ ഉലുവ കടുക് ഇത് രണ്ടും കൂടി, കടുക് കുറച്ചേ എടുക്കുകയുള്ളൂ, ഉലുവയും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ആ പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം ഇങ്ങനെ അടച്ച് ഒരു എയർ പോണ രൂപത്തിൽ അടച്ചിട്ട് വെച്ചാൽ നമുക്ക് നാളെ രാവിലെ നല്ല ബോട്ടിലാക്കി ഇത് പുറത്ത് തന്നെ വെക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, ബോട്ടിലൊക്കെ ആക്കിയതിന് ശേഷം അത് മേലെ പൂപ്പൽ വരാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് എണ്ണ ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂണിലോ കയ്യിലോ എന്ത് ചെയ്യുക, എണ്ണ ചൂടാക്കിയിട്ട് ആ ബോട്ടിലാക്കിയതിൻ്റെ മേലെ അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഈ അച്ചാർ ഇരിക്കും. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, കുറച്ചൊരു ശർക്കര ഇതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കുറച്ചൊരു മധുരത്തിന് വേണ്ടി കുറച്ച് അധികം ഒന്നും വേണ്ട, കുറച്ചൊരു ശർക്കര ഇട്ടിട്ട് ഞാനിതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് നല്ല ഇളക്കിയിട്ട് നല്ല ഇളക്കി ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ നമുക്ക് ബോട്ടിലാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി എല്ലാവർക്കും ടാറ്റാ, അടുത്ത വീഡിയോയിലൂടെ കാണാം.